ഈ ചായക്കടകളിലൊക്കെ കിട്ടുന്ന നല്ല പൂ പോലത്തെ അപ്പം എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് അറിയാവോ? 2 കപ്പ് പച്ചരിയും 1 കപ്പ് ചിരകിയ തേങ്ങയും 1/2 കപ്പ് ചോറും 1 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റും 2 ടേബിൾ സ്പൂൺ പഞ്ചസാര 1 ടീസ്പൂൺ ഉപ്പ്. ഇത് നകക്കെ വെള്ളം ഒഴിച്ച് ഒരു രാത്രി മൊത്തം നമുക്ക് വെക്കാം. പിറ്റേ ദിവസം ആകുമ്പോൾ ഇത് പുളിച്ചിട്ടുണ്ടാവും. ഇത് നമുക്കൊന്ന് അരച്ചെടുക്കണം. ഇനി ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ മതി. ഈ സമയം കൊണ്ട് കറി ഉണ്ടാക്കാൻ വേണ്ടി എണ്ണ ഒഴിച്ച് പട്ട, ഗ്രാമ്പൂ, പിന്നെ സവാളയൊക്കെ ഒന്ന് വഴറ്റിയിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പച്ചമുളകും തക്കാളിയും ചേർത്തൊന്ന് ഇളക്കി കൊടുക്കണം. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട ശേഷം മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി, ഉപ്പും ചേർത്തൊന്ന് ഇളക്കിയിലേക്ക് വേവിച്ച കടലയും കൂടി ഇട്ടിട്ട് ഇളക്കി തേങ്ങാപ്പാൽ ഒഴിച്ചെടുക്കുമ്പോൾ നമ്മളുടെ അടിപൊളി കടലക്കറിയും റെഡിയാണ്. അപ്പം നിങ്ങൾക്ക് അപ്പത്തിൻ്റെ കൂടെ കഴിക്കാൻ ഏത് കറിയാണ് ഇഷ്ടം? അത് ആ മാവ് കൊണ്ട് നല്ല സോപ്പ് പത പോലെ പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പം അപ്പം തന്നെ എത്ര വിധത്തിൽ ഉണ്ടാക്കിയെടുക്കാമെന്നറിയാവോ? ഇതുപോലെ കോരി ഒഴിച്ച് ചുറ്റിച്ചെടുക്കുമ്പോൾ നമ്മുടെ പൂ പോലത്തെ അപ്പവും റെഡി ആയിട്ടുണ്ട്. അപ്പം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇപ്പം തന്നെ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.